മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ കൊച്ചി നഗരത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു നിരീക്ഷണം ആരംഭിച്ചു കോർപ്പറേഷൻ. കൊച്ചി കോർപ്പറേഷനിൽ എല്ലാ വാർഡുകളിലും 3 ക്യാമറകൾ വീതമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ പോലീസ് നിരീക്ഷണത്തിനും ക്യാമറകൾ ഉപയോഗിക്കും. CCTV നിരീക്ഷണത്തിനായുള്ള കൺട്രോൾ റൂം മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കോർപ്പറേഷനകത്ത് മാലിന്യം വലിച്ചെറിയുന്നവർ ഇനി സൂക്ഷിക്കണം. നിങ്ങൾക്ക് തലയ്ക്കു മുകളിലായി കോർപ്പറേഷന്റെ ക്യാമറ നിരീക്ഷണമുണ്ട്. കൊച്ചി കോർപ്പറേഷൻ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറ സ്ഥാപിച്ച് കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് അത് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ആ സംവിധാനം ഇന്ന് മേയർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മേയറും ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ TK അഷ്റഫുമാണ്. എന്താണ് ഈ ഒരു സംവിധാനം, കൊച്ചി കോർപ്പറേഷനെ മാലിന്യമുക്തമാക്കാൻ CCTV നിരീക്ഷണം? അല്ല, ഇതൊക്കെ നമ്മൾ നേരത്തെ മുതലേ ആലോചിച്ചൊരു കാര്യം തന്നെയാണ്. ഇതിൽ നമ്മുടെ ബ്രഹ്മപുരത്തെ പ്രശ്നം ഉണ്ടായതിനു ശേഷം വന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ക്യാമറകളും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും ഈ സ്ക്വാഡ് വണ്ടി വിട്ട് ഫിസിക്കലി പിടിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഈ ഒരു പിടുത്തം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഫൈൻ ആളുകൾക്ക് വന്നു കഴിഞ്ഞു. ഒരു ഡിവിഷനിൽ 5 ക്യാമറകൾ, 3 ക്യാമറകൾ, 3 ക്യാമറകൾ 74 ഡിവിഷനിലുമായിട്ടുണ്ട്. അത് സാധാരണഗതി വലിച്ചെറിയുന്ന സ്ഥലങ്ങളാണ്. അത് ഉണ്ട്. സ്മാർട്ട് സിറ്റിയുടെ നമ്മുടെ IC4 എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഏതാണ്ട് 500 ക്യാമറകളുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ശരിക്കും ക്യാമറ നിരീക്ഷണത്തിലാണ്. അത് സ്വാഭാവികമായും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ കണ്ടുപിടിക്കാം. അതിനോടൊപ്പം ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട വലിച്ചെറിയുന്ന കാര്യങ്ങളിലും നടപടി ഉണ്ടാകും. ഇന്ന് മേയർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് ഇന്ത്യയിൽ ANR ക്യാമറ സ്ഥാപിച്ച ഛത്തീസ്ഗഡ് അതൊരു നഗരം മുഴുവൻ 150 ക്യാമറയുടെ നിരീക്ഷണത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ ഇന്ത്യയിലെ നഗരമായി കൊച്ചി മാറുകയാണ്. ഛത്തീസ്ഗഡിൽ അങ്ങനത്തെ സംവിധാനം പോലീസുമായി സഹകരിച്ചുകൊണ്ട് ANR ക്യാമറ 150 സ്ഥാപിക്കുന്നു. അതോടൊപ്പം 150 ക്യാമറ. അപ്പൊ ഇന്ത്യയിൽ കൊച്ചിയുടെ ഒരു യശസ് ഉയർന്നു വരും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ സംവിധാനങ്ങളോടൊപ്പം തന്നെ ഈ നഗരം വൃത്തിഹീനമാക്കാൻ നടക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അർഹമായ ഫൈൻ ഈടായിക്കൊണ്ട് അവരെ ബോധവൽക്കരണം നടത്തി ഒരു മെട്രോ നഗരത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നഗര ശുചിത്വമുള്ള വൃത്തിയുള്ള നഗരമാക്കി മാറ്റുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് ഇതിന്റെ മുന്നിലുള്ളത്. ഇനിയിപ്പോ കൊച്ചിയുടെ മുക്കിലും മൂലയിലും ക്യാമറയുണ്ട്. മാലിന്യം നിക്ഷേപിക്കാനായി ആരും ആ വഴിക്ക് പോകേണ്ട. വലിയ ഫൈനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ അദീഷിനൊപ്പം റാഫി കരീം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.